സക്കരിയ അസലായി മാതാ അമൃതാനന്ദമയ്യെ പോലെ ഒരു ആൾദൈവമാവാൻ ശ്രമിക്കുകയാണെന്നാണ് ജമീല ടീച്ചർ പറഞ്ഞിട്ടുള്ളത്. കയ്യിലാണ് കൂടുതൽ ഓലൊക്കെ തന്നെയാണ് ഇപ്പൊ രംഗത്തൊക്കെ ഉള്ളത്. മഞ്ചേരി അത് സെമിനാറിന് ഓലെ വിളിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. സക്കരിയാനെ കഴിഞ്ഞിക്കണ് എവിടെ ഒക്കെ വെറുതെ ശരിക്കും നന്നായി നടക്കുന്നുണ്ട്. അമ്മന്റെ മാതിരി ആഹ്വാനാണ്. അമ്മന്റെയും കാന്തപുരത്തിന്റെ ഒക്കെ മാതിരിയാണ് വളരാൻ വേണ്ടി കണ്ട്. ഇതൊക്കെ പറഞ്ഞെങ്കിലല്ലേ വളരുള്ളൂ. ഇയാൾ ഈ വിഷയമൊക്കെ കൊണ്ടുവന്ന് അവതരിപ്പിക്കാൻ ശ്രമിച്ചതിന് ശേഷം ഇയാൾക്ക് ഉണ്ടായിട്ടുള്ള സാമ്പത്തിക വളർച്ച അന്വേഷിക്കേണ്ടതാണെന്നാണ് ഇരുപത്തി അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞിട്ടുള്ളത്. ഇതെന്താ അറിയാതെ ഓലൊക്കെ നല്ലോണം സമ്പാദിച്ചേനെ. നമ്മള് പിന്നെ ഒരു വിപത്തായിട്ട് ഒന്നും പറയണ്ട. വലിയ വലിയ കൊട്ടാരങ്ങളും ഉണ്ടാക്കി ഓല വരുമാനം പോലെ ആസ്തിന്റെ ഇടയിൽ കിട്ടിയ വരുമാനത്തിന്റെ ഒരു സംഖ്യ ഉണ്ടാവുമല്ലോ. ചെലവ് വെച്ചിട്ട് പോലെ ആസ്തി എത്ര ഉണ്ട് നോക്കണം. അപ്പോൾ ഇതൊക്കെ അറിയുള്ളൂ. ഇതൊക്കെ വേറെ ആളുകളുണ്ട് സ്ഥാപനങ്ങളൊക്കെ നടത്തിയിട്ട് ഒന്ന് പൈസ കൊടുക്കുന്നവര് ഈ മാലിന്യം കൂടി ഇങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കും. ഇതിലൊക്കെ ഭ്രാന്തന്മാരെ അടിച്ച് ചികിത്സ ചെയ്യുന്നവരുണ്ട് ആളുകൾ. അതുവരെ കൊണ്ടുവന്നിട്ട് അതിനോരോ ഇതൊക്കെ ഞാൻ ആയിട്ട് ഇത് സംബന്ധിച്ച് സംസാരിച്ചിട്ട് ശരിയ അത് ഞാൻ ഒറ്റയ്ക്ക് പറയുന്നതല്ല. ശേഖരി കല്ലിക്കണ്ടി, ഐമാഷ്, പെൺകുട്ടി സില്ലമി, ഇബ്രാഹിംകുട്ടി മൗലവി, മജീദ് വരാണക്കര ഇവരെ സാന്നിധ്യത്തിൽ സംസാരിച്ചിട്ട് അവസാനം ഉത്തരം ചെയ്യാതെ നിങ്ങൾ സാരി ഇത്തിരിയൊന്നും വേറെട്ടോ നീട്ടി വെക്കണട്ടോ പറഞ്ഞാട്ട് അമ്മയിലേക്ക് വന്നിട്ട് വയ്ക്കാം. പോണവര് പൊയ്ക്കോട്ടേന്ന്. ഇത് ഉള്ളുന്ന് ചെതലെടുത്തിക്കണ ഈ ആളുകൾ നിന്നിട്ട് ഉള്ളുന്ന് ചെതലെടുക്കൂല. അത്രയും ഇത് നീണ്ടുപോകില്ല. സങ്കടങ്ങളും സമ്മേളനം കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റാണ്. സമയത്ത് പേര് എവിടേക്ക് നീങ്ങുന്നു നോക്കിയിട്ട് എന്നൊരു ഉണ്ടാക്കും. ഇപ്പൊ ഉണ്ടാക്കിയ സമ്മേളനത്തിനെ ബാധിക്കുമല്ലോ. നേരിടാൻ കഴിയും യാതൊരു സംശയം. പൂർവ്വകാലം എക്സിക്യൂട്ടീവിലൊന്നും ഒരാൾ പോലും ഇല്ല. അപ്പൊ ഞാൻ സംശയം തോന്നി എനിക്ക് CP സലീമിനെയാണ്. CP സലീമിന് കുറച്ച് ബാധുണ്ട്. എനിക്ക് സംശയമുണ്ട്. ഷക്കീർ പോയി. കുറച്ച് കുട്ടികള് മൊത്തമൊക്കെ കുട്ടികൾക്ക് ബാധുണ്ട്. പക്ഷെ നമ്മളെ എക്സിക്യൂട്ടീവിലെ വയസ്സന്മാർക്ക് ആർക്കും ഇല്ല. സൂക്ഷ്മ നിരീക്ഷണത്തിൽ ഒന്ന് രണ്ടാളുകൾക്കൊക്കെ ഉണ്ടാവും. മദനി പോലത്തെ ആളുകൾ. എന്നാലും അവർക്ക് അവിടെ പറയാൻ കഴിയില്ലല്ലോ.